ഒരു IV കാനുലേഷൻ വിജയിക്കുമോ അതോ വെയിൻ മിസ്സാകുമോ അത് തീരുമാനിക്കുന്നത് ഈ ചെറിയ കാര്യങ്ങളാണ്. പലരും ശ്രദ്ധിക്കാത്ത ആ സ്റ്റെപ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. IV കാനുലേഷൻ എന്നത് ഒരു വെയിനിലേക്ക് ചെറിയ പ്ലാസ്റ്റിക് കാനുല ഇൻസേർട്ട് ചെയ്ത് IV ഫ്ലൂയിഡ്സ്, മെഡിക്കേഷൻസ്, ബ്ലഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എമർജൻസി ഡ്രഗ്സ് സുരക്ഷിതമായി നൽകുന്നതിനുള്ള ഒരു പ്രൊസീജിയറാണ്. ഇത് എല്ലാ നഴ്സസും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ലിനിക്കൽ സ്കിൽസിൽ ഒന്നാണ്. യൂഷ്വലി കാനുലേഷന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന സൈറ്റ്സ് എന്ന് പറയുന്നത് ഡോർസൽ മെറ്റാകാർപ്പൽ വെയിൻസ്, സെഫാലിക് വെയിൻ, ബേസിലിക് വെയിൻ, ഫോറാം വെയിൻസ് ആണ്. ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉള്ള ഭാഗങ്ങൾ, ബേൺസ് അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള സ്കിൻ, ഡയാലിസിസിന്റെ ഫിസ്റ്റുല ഉള്ള കൈകൾ, മാസ്റ്റെക്ടമി ചെയ്ത ഭാഗത്തെ കൈ, ജോയിന്റിന്റെ മുകളിലുള്ള വെയിൻസ് എന്നിവ കഴിയുന്നത്ര ഒഴിവാക്കുക. നെക്സ്റ്റ് കാനുലേഷന്റെ സ്റ്റെപ്സ് ആണ്. ഏതൊരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യുക. പേഷ്യന്റിന് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പേഷ്യന്റിന്റെ കൺസെന്റ് ഉറപ്പാക്കുക. ശേഷം കാനുലേഷൻ ആവശ്യമായിട്ടുള്ള ട്രേ റെഡിയാക്കി വെക്കുക. അതിനകത്ത് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് കാനുല, ഏത് സൈസാണോ ആ സൈസ് എടുക്കാം, ദെൻ ടൂർണിക്കേറ്റ്, ആൽക്കഹോൾ സ്വാബ്, ദെൻ ഡ്രസ്സിങ്, എക്സ്റ്റൻഷൻ സെറ്റ്, നോർമൽ സലൈൻ ഫ്ലഷ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം ഹാൻഡ് വാഷ് ചെയ്യുക, ദെൻ ഗ്ലൗസ് ധരിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് വെയിൻ സെലക്ഷൻ ആണ്. ടൂർണിക്കേറ്റ് കെട്ടിയ ശേഷം നല്ല വെയിൻ നോക്കുക. ജസ്റ്റ് കണ്ടുകൊണ്ട് മാത്രം നോക്കാതെ വെയിൻ പാൽപ്പേറ്റ് ചെയ്തിട്ട് അതിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കണം. കഴിയുന്നത്ര ഡിസ്റ്റൽ വെയിൻസ് എന്ന് വേണം തുടങ്ങാൻ. അതിനുശേഷം സ്കിൻ പ്രിപ്പറേഷൻ ആണ്. ആൽക്കഹോൾ അല്ലെങ്കിൽ ക്ലോർഹെക്സഡിൻ സ്വാബ് ഉപയോഗിച്ച് ഇൻസേർഷൻ സൈറ്റ് സെൻട്രൽ നിന്ന് പുറത്തേക്ക് സർക്കുലർ മോഷനിൽ ക്ലീൻ ചെയ്യുക. സൈറ്റ് പൂർണ്ണമായും ഡ്രൈ ആകുന്നത് വരെ കാത്തിരിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് കാനുല ഇൻസേർഷൻ. സ്കിൻ അല്പം താഴേക്ക് സ്ട്രെച്ച് ചെയ്തതിനു ശേഷം കാനുല ബെവലപ്പായി ഏകദേശം 15 മുതൽ 30 ഡിഗ്രി ആംഗിളിൽ ഇൻസേർട്ട് ചെയ്യുക. ഫ്ലാഷ് ബാക്ക് ചാമ്പറിൽ ബ്ലഡ് കാണുമ്പോൾ ആംഗിൾ കുറച്ചിട്ട് കാനുല അല്പം കൂടി മുന്നോട്ട് അഡ്വാൻസ് ചെയ്യുക. നീഡിൽ സ്ഥിരമായി പിടിച്ച് പ്ലാസ്റ്റിക് കത്തീറ്റർ മാത്രം വെയിനിലേക്ക് ജെന്റ്ലി അഡ്വാൻസ് ചെയ്യുക. ശേഷം ടൂർണിക്കേറ്റ് റിലീസ് ചെയ്യുക. നീഡിൽ സുരക്ഷിതമായി റിമൂവ് ചെയ്ത് ഷാർപ്പ് കണ്ടെയ്നറിലേക്ക് ഡിസ്കാർഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ്റ്റൻഷൻ സെറ്റ് കണക്ട് ചെയ്ത് നോർമൽ സലൈൻ ഫ്ലഷ് ചെയ്യുക. റെസിസ്റ്റൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കാനുല ശരിയായ സ്ഥാനത്താണെന്ന് ഉറപ്പാക്കാം. അതിനുശേഷം ട്രാൻസ്പാരന്റ് ഡ്രസ്സിംഗ് ഉപയോഗിച്ച് കാനുല നന്നായി സെക്യൂർ ചെയ്യുക. അതിനുശേഷം നമ്മൾ കാനുല ഇൻസേർട്ട് ചെയ്ത ഡേറ്റ് കാനുലയുടെ മുകൾ ഭാഗത്തായിട്ട് എഴുതി ഒട്ടിക്കുക. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഡോക്യുമെന്റേഷൻ ആണ്. ഓർമ്മിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹാൻഡ് ഹൈജീൻ ഒരിക്കലും ഒഴിവാക്കരുത്. സൈറ്റ് ഡ്രൈ ആകുന്നതിന് മുമ്പ് കാനുല ഇൻസേർട്ട് ചെയ്യരുത്. ഫ്ലാഷ് ബാക്ക് കണ്ടാൽ നീഡിൽ ഫോഴ്സ് ചെയ്ത് മുന്നോട്ട് തള്ളരുത്. കത്തീറ്റർ മാത്രം അഡ്വാൻസ് ചെയ്യുക. റെസിസ്റ്റൻസ് തോന്നിയാൽ ഫോഴ്സ് ചെയ്യരുത്. ആദ്യ ശ്രമത്തിൽ തന്നെ സക്സസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ശരിയായ വെയിൻ തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.